എന്റെ പേര് ദിനു, ഹസ്ബൻഡ് നാഗേഷ്, മോൾ നക്ഷത്ര, എന്റെ നാത്തൂന്റെ മോള് സോന. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൽത്താരെ ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 31-ാം തീയതിയാണ്. ഞാൻ ഇവിടെ പനിച്ച് ഒട്ടും വയ്യാതെ കിടന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഇതിനു മുമ്പ് ഹസ്ബൻഡിനോട് ഇവിടെ വരാൻ പറയുമ്പോൾ അധികം താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇരുന്നിട്ട് പോലും ആ ഒരു മനസ്സ് തോന്നിയല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഹസ്ബൻഡിനോടൊപ്പം ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ശരീരവേദനയോ തൊണ്ടവേദനയോ എന്തോ തൊണ്ടയിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ തൊണ്ടയിൽ നിന്ന് എന്തോ പുറത്തേക്ക് പോയി. അതിനുശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ വീട്ടിലെത്തി. അത്രയും തണുപ്പ് നിറഞ്ഞ ആ ഡിസംബർ സമയത്ത് ഞാൻ പോയിട്ട് കുളിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴ തന്നെ ദൈവം തന്നെ ഞങ്ങളെ ഒത്തിരി വഴി നടത്തി. മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ഒത്തിരി സമയങ്ങളിൽ നന്നായി ഫീൽ ചെയ്യുകയും മാധവ് ഞങ്ങളോടൊപ്പം തന്നെ ഓരോ നിമിഷവും ഇന്ന് വരെയും കൂടെ ഇരുന്ന് വഴി നടത്തുകയും ചെയ്ത്. ഹസ്ബൻഡ് ട്രിവാൻഡ്രം കാട്ടാക്കടയിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത് വരികയും വെറുതെ ഒരു പ്രിപ്പറേഷനും കൂടാതെയാണ് പോയി നീറ്റ് എഴുതി അങ്ങനെ 3ാം റാങ്ക് ലഭിച്ചു. അങ്ങനെ വെറ്റിനറി സർജനായിട്ട് പഠിക്കാൻ ഞങ്ങൾ വയനാട് വെറ്റിനറി കോളേജിലേക്ക് പോവുകയാണ്. അവിടെ 3ാം റാങ്ക് കിട്ടി. അപ്പോൾ 3ാം റാങ്ക് കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ ബന്ധുക്കളോടൊക്കെ ഇതുപോലെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഇവിടുന്ന് പോകുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അത്രയും നേരത്തെ പറഞ്ഞു 3ാം റാങ്ക് ഉണ്ട്, ഞങ്ങളിങ്ങനെ പോവുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഇവരുടെ ഈ സെക്ഷന് മാത്രം അലോട്ട്മെന്റ് വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയോ പോകുന്നെന്ന് പറഞ്ഞു, എന്നിട്ട് ഇതുവരെ എന്താ ഒരിടവും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഇങ്ങനെ വിഷമം തോന്നി. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് ഇട്ട് ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു. മാധവി ഡിസംബർ 31-നാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ജാനുവരി 10-ാം തീയതി രാവിലെ എഴുതി വെക്കാണ്, മാതാവേ ഇന്ന് നീ അലോട്ട്മെന്റ് തരുന്ന കൃപയ്ക്ക് നന്ദി എന്ന് ബുക്കിൽ എഴുതി വെച്ചു. ആ ബുക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ മകളും ഇവരെല്ലാം കണ്ടതാണ്. ഞാൻ രാവിലെ എഴുതി വെച്ചു. പക്ഷെ ഹസ്ബൻഡിനെ അന്ന് കാണിച്ചില്ല. മാധവന്റെ അഥവാ ഇനി വന്നില്ലെങ്കിൽ ഹസ്ബൻഡ് വിശ്വാസം പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്കൊക്കെ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു അലോട്ട്മെന്റ് ഇട്ടോന്ന്. എന്നാൽ എൻ്റെ മനസ്സുകൊണ്ട് മാധവനോട് സംസാരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വെറുതെ മാധവേ ഇത് തരണേ അലോട്ട്മെന്റ് ഇന്ന് വരത്തണേ എന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഉറക്കമല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു നടക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ച് ചോദിച്ചു ജോലി സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു എടി അത് വരില്ല, ഞാൻ കോളേജിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീക്കാവും വരുന്നതെന്നാണ് പറഞ്ഞതെന്ന്. അത് വരും സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ വീണ്ടും ഇല്ല എന്തായാലും മാധവ് ഇന്ന് തന്നെ എനിക്ക് അലോട്ട്മെന്റ് തരും എന്ന് ഉറച്ച് വിശ്വസിച്ചു. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കുറച്ചിങ്ങനെ വിഷമം വരാൻ തുടങ്ങി. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞില്ലേ ഇനി ആരായിടാ എന്നാലും ചിലപ്പോൾ വന്നാലോ എനിക്ക് ഓൺലൈനോ ഇപ്പോഴത്തെ അതൊന്നും ഇമെയിൽ അതൊന്നും അപ്പോൾ എൻ്റെ ബ്രെയിനിലോട്ട് ഇങ്ങനെ വരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് വരണം, അത് മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ. രാത്രി ഞങ്ങൾ സായന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് 7:10 ആയിരുന്നു. 7:50 ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ മെഴുകുതിരി ഓഫ് ചെയ്യാൻ ഇങ്ങനെ പോവുകയാണ്. ഓഫ് ചെയ്തില്ല, ആ പ്രകാശം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ചേട്ടൻ ഫോണിൽ കോൾ വരുന്നു അലോട്ട്മെന്റ് ഇട്ടെന്ന്. എനിക്ക് അതൊന്നും നോക്കണ്ട, ആ ബുക്ക് എടുത്ത് മേലെന്ന് എടുത്തോണ്ട് ചേട്ടൻ താഴെ കാണിച്ചാൽ മാത്രം മതി. അങ്ങനെ എനിക്ക് അലോട്ട്മെന്റ് എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എനിക്ക് അലോട്ട്മെന്റ് എന്ന് മാതാവ് കാത്തു. അതിനുശേഷം ഹസ്ബൻഡ് ഉടമ്പടി കാശ് രൂപ ബൈബിൾ എല്ലാ ജപമാല ഇതെല്ലാം കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. ആ ആഴ്ച തന്നെ നമുക്കൊട്ടും സങ്കല്പിക്കാൻ കഴിയാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നത്തിൽ ഒരു വിഷമം നമുക്ക് നേരിടേണ്ടി വന്നു. അത് നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തതായിരുന്നു. ആരും നമ്മളോടൊപ്പം ഇല്ലായിരുന്നു. എല്ലാവരും തെറ്റിദ്ധരിച്ചു. നമ്മൾ മാതാവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ മാതാവിനെ കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് അതിന് മുമ്പിലായിട്ട് ഞങ്ങൾ വിചാരിച്ച ആ ഒരു ഡേറ്റ് നമുക്ക് തന്ന് അപ്പൊ ഞാൻ പൊട്ടിക്കരഞ്ഞു ദിവസങ്ങളുണ്ടായിരുന്നു. മാതാവേ നീ ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു ദിവസമല്ലേ നീ എനിക്ക് തന്നത്, പിന്നെ എന്തിനാണ് ഇത്രയും വിഷമം ഞങ്ങൾ നേരിടേണ്ടി വന്നു പറഞ്ഞാൽ ഒത്തിരി പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാലും മാതാവ് ഞങ്ങൾ കൈവിട്ടില്ല. ഞാൻ എല്ലാ ഇവിടെ നിന്ന് തന്നെ 8-9 കെട്ട് പത്രം വായിക്കുകയും 5 തെലുങ്ക് കന്നഡ ഏകദേശം ഒരു ഇംഗ്ലീഷ് തമിഴ്
മലയാളം ഇങ്ങനെ പല പല ഭാഷകളിലൂടെ ഇങ്ങനെ പത്രങ്ങളൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ അറിയാന്നുള്ള ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കും. ഹോസ്പിറ്റലിൽ പോയാൽ അവരോടൊപ്പം ഒത്തിരി നേരം ഇരുന്ന് ഞാൻ അവിടെ സംസാരിച്ച് ഞാൻ നേഴ്സിംഗ് ഫീൽഡാണ് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഒന്നിനും ഒരു മടിയുണ്ടായിരുന്നില്ല ഓൾഡ് ഏജ് ഹോമിൽ പോകാനും അവരോടൊപ്പം ചെലവഴിക്കാനും. ഇപ്പൊ മോളായിരുന്നാലും അവള് കൂടെ വന്ന് ഇപ്പൊ ഡാൻസ് പാട്ടൊക്കെ ചെയ്യും. അപ്പോൾ അവൾ എങ്ങനെയൊക്കെ മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ അവരോടൊപ്പം നമ്മൾ അലിഞ്ഞു ചേർന്ന് അവരോടൊപ്പം തന്നെ ആയിരിക്കും. അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക. ആരോടും ഒരു വിദ്വേഷവും ഒരു ദേഷ്യവും ഒന്നും കാണിക്കാതെ എല്ലാവരോടൊപ്പം എല്ലാമായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. മാതാവ് നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചു. അങ്ങനെ നമുക്കുണ്ടായിരുന്ന ആ വിഷമങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം മാതാവ് നമുക്ക് അതെടുത്ത് മാറ്റി നമ്മളെ പല രീതിയിലും നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ വിജയിപ്പിച്ചു. അത് സമയത്തിൽ മാതാവ് ഞങ്ങൾ എത്തിച്ചു. അതിനുശേഷം ഇവിടെ കൃപാസനം റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അതിയായ മോഹം തോന്നി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും വരുന്നില്ല. എനിക്ക് അറിയാന്നുള്ള എല്ലാ മക്കളോടൊപ്പം ചോദിച്ചു ആരും വരുന്നില്ല. അപ്പോൾ മോളെയും കൊണ്ടുവരും 5.5 മണിക്കൂർ നടന്നു പോകണ്ടേ എന്നുള്ളതിൽ അതൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയും സമയത്ത് രാവിലെ നടന്നു വരും എനിക്ക്. എന്നാലും എനിക്ക് അത്രയ്ക്ക് ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിൻ്റെ ഇതിൽ മാതാവ് എനിക്ക് ഹസ്ബൻഡിനെ ആ ആഴ്ച മൊത്തം ഓൺലൈൻ ക്ലാസ് ആക്കി തന്നു. ഉടനെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നു. ഇതെല്ലാം പങ്കെടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ അമ്മ സ്ട്രോക്ക് പിടിച്ച് കിടപ്പിലാണ്. എന്നാലും ചെറിയൊരു സഹായമൊക്കെ കൊടുത്താൽ എണീറ്റിരിക്കും, അത്യാവശ്യം സംസാരിക്കും, അത്യാവശ്യം ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. നമ്മൾ പോയപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ ഒക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ചു നേരമൊക്കെ സുഖം ഉണ്ടായിരുന്നു. വീട്ടിൽ രാത്രി ആയപ്പോഴത്തേക്ക് നേരെ ഇരിക്കുന്നില്ല, കണ്ണിലെ കൃഷ്ണമണിയൊന്നും കാണാനില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഉള്ളിലോ പോയിട്ട് ഇപ്പൊ നാത്തൂന്റെ മോളൊക്കെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കുന്നില്ല, അബ്നോർമൽ കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഇങ്ങനെ പിടിച്ചൊക്കെ ഇരുത്താൻ നോക്കി, ഒട്ടും പറ്റുന്നില്ല. എന്നിട്ട് കിടത്തി. രാവിലെ എണീറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയാണ് ഇനി ഒരു മെഡിസിൻ ചെയ്യാനില്ല, ഇനി എന്തെങ്കിലും ചെയ്താൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഒരു വെന്റിലേറ്ററിൽ ഒരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഹസ്ബൻഡ് എല്ലാവരെയും പറഞ്ഞു പെട്ടെന്ന് റെഡിയാവ്. അപ്പൊ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ആ ഒരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ നിന്നപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ആര് തോന്നിക്കുന്നു അമ്മയെ പോയി നീ പെട്ടെന്ന് വിളിക്കുന്നു. ഞാൻ പോയി ഞാൻ ഇങ്ങനെ ചോദിക്കാണ് ദൈവമേ ഞാൻ ഈ അവസ്ഥയിൽ അമ്മ ഇനി എന്ത് വിളിക്കാനാണ്, ഇത്രത്തോളം നമ്മളെല്ലാം ചെയ്ത് ഇനി എന്തോ ചെയ്യാനാണ്. എന്നിട്ട് എന്റെ മനസ്സിൽ വീണ്ടും ശക്തിയായി തോന്നിക്കുകയാണ് അമ്മയെ പോയി വിളിക്കുന്നു. ഞാൻ പോയി അമ്മ എന്ന് തട്ടി ഒരു വിളിച്ചതേ ഉള്ളൂ. അമ്മ എവിടെയോ പോയിട്ട് വന്നതുപോലെ ഭയങ്കര ഒരു പ്രത്യാശയായിരുന്ന ഒരു മുഖമായിരുന്നു. ചിരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് അമ്മയല്ല, അമ്മ എവിടെ പോയി, അമ്മ പോയി സ്വർലോകമൊക്കെ കണ്ടിട്ട് അമ്മ വന്നതെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്ന് വെച്ചാൽ പോയിട്ട് വന്നതാണ്. അമ്മ പറയുന്നു അയ്യോ എന്നെ ആരും വിളിച്ചില്ല കേട്ടോ, ഇത്രയും നേരമായി പോയോന്ന്. ഉടനെ അമ്മ എഴുന്നേറ്റിരുന്ന് കരിക്കിൽ വെള്ളം ഇഡ്ഡലി ഇതൊക്കെ കഴിച്ച്. നമുക്കെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറെ വന്നതുകൊണ്ട് കുറെ അറ്റൻഡൻസിലെ കുറെ പ്രശ്നം അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ എക്സാം ആണ്. അപ്പോൾ നമുക്കൊന്ന് അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി എക്സാം എഴുതാൻ പറ്റുമോ, പോയിട്ട് കുറെ പ്രൊസീജിയേഴ്സ് കുറെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെല്ലാം മാതാവ് മുൻകൂട്ടി നേരത്തെ കണ്ടറിഞ്ഞ് അമ്മയ്ക്കൊരു പുതുജീവനാണ് കൊടുത്തത്. നമുക്കിതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉടൻ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റി. തിരിച്ചു പോയിട്ട് നമ്മുടെ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ എക്സാം എഴുതി അങ്ങനെ വിജയം നൽകി ഫസ്റ്റ് ഇയർ പാസ്സായി. ഇപ്പൊ സെക്കൻഡ് ടേം ആയിട്ട് ഹസ്ബൻഡ് വെറ്റിനറി സർജനായിട്ട് വെറ്റിനറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങൾ ഒത്തിരി അത് വഴി നടത്തി. പിന്നെ നമുക്കവിടെ വീട് അടിസ്ഥാന സൗകര്യം എല്ലാം നമുക്ക് ഞങ്ങൾ അറിഞ്ഞില്ല. മാതാവ് ഉടമ്പടിയിരുത്തുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ കാർഡിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആരും അറിയാത്ത വഴികളിൽ കൂടെ വീടായിരുന്നാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ മോളുടെ സ്കൂള് ചർച്ച് എന്തൊക്കെയായിരുന്നു എല്ലാം ഹോസ്പിറ്റൽ എല്ലാം അടുത്തടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോയാൽ മതി. ഇവിടെ എല്ലായിടവും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥലം വൈത്തിരിയാണ്. അപ്പോൾ അവിടെ പ്രളയം ഉണ്ടായി. ഞങ്ങളുടെ വീട്ടില് പ്രാർത്ഥിക്കാൻ ഒരു റാക്കില് ഞങ്ങൾ ഈ ഉടമ്പടി കാശുരൂപ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ബൈബിൾ ഇതെല്ലാം ഒരു റാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇങ്ങനെ കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അടുത്തുള്ളവരടുത്ത് ഹസ്ബൻഡോടൊക്കെ ഞാൻ പറയുന്നു ഈ മാതാവിനെ ഓവറായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നോണ്ട് ഞാൻ പറയുന്നു ചേട്ടൻ വെള്ളമൊന്നും കയറില്ല, ഇന്ന് നീ മിണ്ടായിരിക്കും, ഇനിയിപ്പോ ഇവിടെ ഒന്നും വെള്ളമൊന്നും കയറില്ല. അങ്ങനെ എല്ലാം കൂളായിട്ട് ഞാൻ പറഞ്ഞ് ചിരിച്ചോട്ടിക്കുക. ഞാൻ ഭയങ്കര പ്ലസന്റില്ല. അടുത്തൊരു അക്രൈസ്ത ഒരു മുസ്ലിം ആന്റി അവരല്ലേ, അപ്പൊ അവരോട് ഞാൻ പറയട്ടെ വെള്ളമൊന്നും കയറില്ല, ആരും പേടിക്കട്ടെ, എന്തിനാ നമ്മള് സാധനങ്ങൾ എടുത്ത് വെക്കുന്നേ, എല്ലാവരും ടെൻഷൻ അടിച്ചു കൊടുത്തു. ഞാൻ മാത്രം ചിരിച്ച് കൂളായിട്ടിരിക്കുന്നു. അവസാനം വെള്ളം കയറി. വെള്ളം ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡിൽ കയറി വന്നപ്പോ എനിക്ക് ഇവിടെ എങ്ങനെയാ സംരക്ഷിക്കണമല്ലോ, ഫാസ്റ്റിൽ വെള്ളം ഇങ്ങനെ വരെ. അപ്പോഴത്തേക്ക് ഞാൻ ഇവളെയും കൊണ്ട് ഒരു കാറ് വന്ന് അതിൽ കയറി കാരണം ഇവളെ എനിക്ക് സംരക്ഷിക്കണമല്ലോ. രാത്രി 12:30-1:30 ആയപ്പോഴത്തേക്കാണ് ഈ വെള്ളം വരുന്നത്. അപ്പൊ ഞാൻ ഇവളെയും കൊണ്ട് പെട്ടെന്ന് കാറിൽ കയറി ഞാൻ പോയി.
കാരണം ഞങ്ങളുടെ ഹൈറ്റ്, നമ്മൾ ഹൈറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ടൈം എടുക്കാം. പക്ഷെ ഇവിടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സംരക്ഷിക്കണം. അതുകൊണ്ട് ഇവളെയും കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി. അപ്പൊ ഹസ്ബൻഡ് അവിടെ അടുത്തുള്ളവരൊക്കെ ഒറ്റയ്ക്കായി. അവർ ഈ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പോകുന്ന ആ വഴി മൊത്തം വെള്ളമായി. അപ്പോൾ ഹസ്ബൻഡ് വേറൊരു പറമ്പിൽ കൂടിയാണ് ഓടി വന്നത്. അപ്പോൾ ആ പറമ്പ് വഴിയാണ് ഈ ഹസ്ബൻഡ് മിക്ക സാധനങ്ങൾ എടുത്തോണ്ടെന്ന്. ഹസ്ബൻഡ് പിറ്റേ ദിവസം അടുത്തുള്ളവർ പറയുന്നു ആ പറമ്പിലെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. നമുക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ആ സ്ഥലം അറിയില്ല, അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് അറിയില്ല. ഇത്രയും രാത്രിയാണ്, ഫോണില്ല, വെള്ളമാണ്, ഇത്രയും ഇരുട്ടാണ്, രാത്രിയാണ്. എന്നിട്ട് മാതാവ് നമ്മളെ അവിടെ പൊട്ടക്കിണറിൽ വീഴാതെ ഹസ്ബൻഡിനെ കാത്തുപിടി വലിച്ച് ഇത്രയും വഴിതെടുത്തി. നമുക്ക് അവിടെ ആ സ്ഥലം അറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ പോകുന്ന വഴി കൂടെ അല്ല, നമ്മളിപ്പുറത്തൊരു പറമ്പിലൂടെ പോയപ്പോഴത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ കൊച്ചിനെയും കൂടെ ഒരാഴ്ച ലീവ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് വന്നു. എനിക്ക് എന്തെങ്കിലും സാക്ഷി പറഞ്ഞേ പറ്റുള്ളൂ ഇക്കാര്യങ്ങളെല്ലാം. അങ്ങനെ മാതാവ് നമ്മളെ ഇത്രത്തോളം വഴി നടത്തി. പിന്നെ മോക്ക് അവിടെ സ്കൂളിലായിരുന്നാലും ഇവക്ക് കണ്ടിന്യൂസ് ഒരു 3 ദിവസം ഭയങ്കരമായ ചുമയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉടമ്പടിത്തായാലും ഉടമ്പടി കാശ് രൂപ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവള് നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അവള് മൊത്തം 4 കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് പാട്ട് പാടാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി ചുമയാണ്. അവൾ ഉറങ്ങിയിട്ട് 3 ദിവസമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇവൾ ഇതിരി പഠിച്ചല്ലേ, നീ വെറുതെ കൊണ്ടുപോയി അവളെ അറ്റൻഡ് ചെയ്തിട്ട് വന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി. ഇവൾ ഓരോ പ്രോഗ്രാമിന് കയറുമ്പോഴും നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. അവള് പങ്കെടുത്തതിന് ഒരു ചുമയോ ഒന്നും ഉണ്ടായില്ല. 3 ഫസ്റ്റും 1 സെക്കൻഡും നൽകി മാതാവ് അനുഗ്രഹിച്ച്. അങ്ങനെ രൂപതയിലെ കോമ്പറ്റീഷൻ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാ നിമിഷവും എന്ന് വെച്ചാൽ ഞാൻ ബൈബിൾ തുറക്കുമ്പോഴൊക്കെ നെക്സ്റ്റ് ടൈം നീ എന്താ ചെയ്യേണ്ടത് അതായിരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു എങ്കിൽ ഞാൻ എപ്പോൾ ബൈബിൾ തുറന്നാലും എന്നോട് സംസാരിക്കും ഈശോ, നീ എന്താണ് അടുത്ത് ചെയ്യാനുള്ളത്, നീ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം എനിക്ക് മാതാവ് ബൈബിളിൽ തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് കൂടെ കാണിച്ചു തരും. ഇത്രത്തോളം അനുഗ്രഹിച്ചു പറഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയും.